ഭയങ്കര ഉൾപ്പുളകാണല്ലോ നീ. ആർക്ക്? നമുക്ക് എല്ലാവർക്കും ഇല്ലേ? എനിക്ക് എല്ലാ ദിവസവും തുടങ്ങുമ്പോ ഒരു ഉൾപ്പുളകം ഉണ്ട്. കണ്ടോ? അത് ജലദോഷത്തിന്റെ എന്തോ മരുന്ന് മാറി കഴിച്ചതാ. കുറച്ചെണ്ണം കഴിക്കുന്നില്ലേ? അത് ജലദോഷത്തിന്റെ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അല്ല, അത് ഉൾപ്പുളകത്തിന്റെ വരുന്നതാണ്. ഉൾപ്പുളകങ്ങൾ തേടിയുള്ള ഒരു യാനത്തിന്റെ ഒരു വഴിവക്കിലാണ് നമ്മുടെ മീനുകുട്ടി ടോപ്പ് സിംഗറിൽ എത്തിപ്പെടുന്നു. അയ്യോ, അതെ, നന്നായിരിക്കുന്നു. അതിനെന്തായി? വല്ല സംഭവിച്ച? ഒന്നും സംഭവിച്ചില്ല. പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. ഉൾപ്പുളവും ദിവസേന കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ. അതെ, ഇന്നും നമ്മൾ കുറെ ഉൾപ്പുളകം കൊള്ളാനുള്ള നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകളുമായിട്ട് ഇവിടെ കുറെ പേര് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ജഡ്ജസിനോട് കുറെ പുതിയ പുതിയ കഥകൾ കുറെ പേർക്ക് പറയാനുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അതൊക്കെ വഴിയെ പറയും. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. മീനുട്ടി കാണിച്ചു കൊടുക്ക്. ഹെഡ് വൈസ്. അതാ അവസ്ഥയാണ് എനിക്ക്. ചെസ്റ്റ് വൈസ് നമ്മൾ രണ്ടാളും ഓക്കെയാണ് ഇപ്പൊ. ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാത്തോണ്ടോ? പാടിയ കണ്ടോ? ഒരേ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജലദോഷം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം നമുക്കുണ്ട്. സന്തോഷായി. മീനുകുട്ടിക്ക് ഇവിടെ വന്നപ്പോ അങ്ങനെ സന്തോഷായി. വന്നപ്പോ സന്തോഷല്ല. അവള് അങ്ങനെയെങ്കിലും മീനൂട്ടി ഹെഡ് വോയിസ് എന്താ ചെസ്റ്റ് വോയിസ് എന്താന്ന് പഠിച്ചല്ലോ. അതെ, കാറ്റ് വരുന്നത് ഹെഡ് വോയിസ്. ഇനി വിസിൽ രജിസ്റ്ററും കൂടെ വരും. അത് വരില്ല ഇപ്പൊ. അതൊന്നും ഇതങ്ങ് പോയാലും ഒടിച്ച്. ഇനി വരാൻ പോകുന്നത് വളരെയധികം ഇതുപോലെ ഒന്നുമല്ല, ദയുള്ള എന്നെ പോലെ. എനിക്ക് നല്ല ദയുണ്ട്. കാരണം ഇന്ന് വന്നപ്പോ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചോടാ വന്നേ. അതുകൊണ്ട് ഞാൻ 4 നേരം പറയും ആര്യ ചേച്ചിക്ക് ദയുണ്ട്. മേഴ്സിക്കുട്ടി വരാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം ദയാമോൾ ഓൺ സ്റ്റേജ്. അയ്യോ, എന്താ കയ്യിലും കാലിലും ഒക്കെ പൂവാണോ? പൂക്കൾ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനി. അതാണോ പാടണേ? അല്ല, അതല്ലേ? ഞാനും അതാന്ന് വിചാരിച്ചു. അതല്ല, പിന്നെ ഏതാ? പ്രിയതമാ. അതാണല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ തന്നെ ഒരു സംഗതി. ദേവരാ മാസ്റ്റർ. അതെ, ശകുന്തള. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. വർഷം 1965. പാടിയത് സുശീലാമ്മ. ശകുന്തളേ ശകുന്തളേ. പാടിയോ? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം ഇങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ
നീ എവിടെ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മരവുരി മൂടും മാറിടമാകെ മനനനമ്പുകളെന്തിനു തൂകി മരവുരി മൂടും മാറിടമാകെ മദനനമ്പുകളെന്തിനു തൂകി പുളകം ചൂടും പൂവുടലോടെ പ്രേമകാകളിങ്ങനെ പാടും പുളകം ചൂടും പൂവുടലോടെ പ്രേമലോലുപനിന്നിനി വരുമോ നാദാ നാദാ നീ എവിടെ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ ചന്ദൻ എന്ന് പറയുന്ന ടാലന്റ് ആണ്. അതെ അതുകൊണ്ടാണ് ഞാൻ അതെ ഇവിടെ അതാണ് MG ഞങ്ങൾ പാടെ Talent വരാൻ ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും. അതെ അതെ ടാലന്റ് ഉള്ളതാണ്. മേഴ്സിക്കുട്ടി അമ്മയുടെ ടാലന്റ് ഉണ്ടല്ലോ, അത് അങ്ങനെ ധൈര്യമില്ലാത്തത് കൊണ്ട് പോകാൻ പാടില്ല. ഉം, അതിനെ പിടിച്ച് ഇവിടെ കെട്ടി വെക്കും നമ്മള്. അതുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ. അതെ അപ്പൊ ഇന്ന് മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് എത്രയാണ് മാർക്ക്? 98 98 ആണോ? ആ. 98-നനുസരിച്ച് വന്നിട്ടുണ്ടോ? 96 അപ്പൊ 96ഓ? ആ. ആണോ? ആ. So they could be going to be awarded 96 on 100 today. Thank you sir, thank you. പ്രിയതമാ അപ്പൊ നമ്മൾ ഒരുപാട് പേടിച്ചില്ലെങ്കിൽ അങ്ങ് കേറി പോണ്ട മാർക്കാണ് അല്ലേ? അല്ല അപ്പൊ പിന്നെ. ഇനി പേടിക്കണ്ട കേട്ടോ. Okay, okay. ഓക്കെ, ആ പറഞ്ഞ 99 പേടി വിട്ടാ നമുക്ക് കിട്ടും. ആ, ഓക്കെ, okay. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ബൈ. മുനികുമാരികയല്ലേ